യൂട്യൂബർ പ്രതിയായ MDMA കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്ക് പോവുകയാണ്. സിനിമാ താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും ലഹരി എത്തിച്ചു നൽകിയിരുന്നു എന്നാണ് പ്രതി റിൻസിയുടെ മൊഴി. റിൻസിയുടെ ഫ്ളാറ്റിൽ സിനിമാ പ്രവർത്തകർ സ്ഥിരമായി എത്തിയിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മൊഴിയെടുക്കേണ്ട താരങ്ങളുടെയും ടെക്നീഷ്യന്മാരുടെയും ലിസ്റ്റ് അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ലിഡിയ ജിക്ക് വിവരങ്ങൾ നൽകും. ലിഡിയ, ഇതിലൊരു ലിഡിയയിലേക്ക് വരാം. എന്തായാലും ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പിടിയിലായ യൂട്യൂബർ റിൻസിയിൽ നിന്ന് വളരെ നിർണായക വിവരങ്ങൾ, അത് ലഹരി ഇടപാടുകൾ സിനിമയിലേക്ക് കൂടെ വ്യാപിച്ചിട്ടുണ്ട്, അതിന് ഇടനിലക്കാരിയായി റിൻസി നിന്നു തുടങ്ങിയ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സ്വാഭാവികമായിട്ടും റിൻസിയിലൂടെ സിനിമാ താരങ്ങളിലേക്ക് എത്തിയ ലഹരിയുടെ വഴി തേടിയാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ യാത്ര എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ, അത് അഭിനേതാക്കളുടെയും ടെക്നീഷ്യന്മാരുടെയും ഒക്കെ ഒരു ലിസ്റ്റ് തന്നെ റിൻസിയിൽ നിന്ന് തയ്യാറാക്കി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും ലഹരി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമയിലേക്ക് പോകുന്നത് ഇതാദ്യമല്ല എന്നുള്ളത് കൂടിയാണ്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകുന്നുണ്ട്. ലിഡിയ, റിൻസിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സിനിമ ആളുകളിലേക്ക്, സിനിമാ താരങ്ങളിലേക്കും ടെക്നീഷ്യന്മാരിലേക്കും ഒക്കെ അന്വേഷണം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘം ഒരു പ്രാഥമിക പട്ടിക പോലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം സിനിമയിലേക്ക് എത്തി നിൽക്കുന്നത്? കഴിഞ്ഞ ദിവസം രാത്രിയാണ് 20 ഗ്രാം MDMA-യുമായി ഒരു ലോഡ്ജിൽ വെച്ച്, ചെമ്മിന ഫ്ളാറ്റിൽ വെച്ച്, എറണാകുളത്തെ ഫ്ളാറ്റിൽ വെച്ച് റിൻസി പിടിയിലാകുന്നത്. കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇവർ ഈ സിനിമ മേഖല കേന്ദ്രീകരിച്ച് വലിയ ലഹരി ഇടപാടുകൾ നടത്തി വരുന്ന ആളാണ് എന്ന പോലീസിന് സംശയമുണ്ടായിരുന്നു. അത്തരത്തിൽ പരിശോധനകളും അന്വേഷണങ്ങളും കാര്യങ്ങളും നടന്നു വരികയാണ്. അപ്പോഴാണ് സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കുന്നത്. റിൻസി സ്ഥിരമായി സിനിമാ പ്രൊമോഷനുകളും മറ്റും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ താരങ്ങൾക്കും ടെക്നീഷ്യന്മാർക്കും ആ മേഖല കേന്ദ്രീകരിച്ച് ആ ഒരു വഴി ലഹരി എത്തിച്ചു നൽകിയിരുന്നു എന്ന മൊഴി റിൻസിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. റിൻസിയുടെ ക്ലാസ്സിൽ സ്ഥിരമായി സിനിമാ താരങ്ങളും ഒപ്പം മറ്റ് സിനിമയിലെ മറ്റാളുകളും എത്താറുണ്ട് എന്ന പോലീസ് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നതാണ്. റിൻസിയെ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്ന സിനിമാ താരങ്ങളെയും ടെക്നീഷ്യന്മാരെയും പറ്റി പോലീസ് അന്വേഷിച്ച് വരികയാണ്. ആ മേഖലയിൽ കൂടി അന്വേഷണം നടത്തുകയാണ്. മാത്രമല്ല, ഒരു മൊഴിയെടുക്കേണ്ട ആളുകളുടെ, റിൻസിയുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കേണ്ട ആളുകളുടെ ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് സിനിമാ മേഖലയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റാണ് ഇത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. റിൻസിയും യാസീൻ എന്ന് പറഞ്ഞ സുഹൃത്തും ആണ് ഇത്തരത്തിലൊരു ലഹരി ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. 20 ഗ്രാം MDMA ആയിരുന്നു അന്ന് റിൻസിയുടെ കയ്യിൽ നിന്നും രാത്രി ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുക്കുക.